ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇന്ന് റേഡിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാം. നമ്മൾ കണ്ടക്ഷൻ പഠിച്ചു, കൺവെക്ഷൻ പഠിച്ചു. ഇനി മൂന്നാമത്തെ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ റേഡിയേഷന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ക്ലാസ്സുകളിൽ തന്നായിരുന്നു. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ മറ്റ് രണ്ട് മോഡുകളിൽ കണ്ടക്ഷനിലും കൺവെക്ഷനിലും നമുക്ക് ഒരു മീഡിയം വേണം. ഹീറ്റ് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം വേണമായിരുന്നു. സോളിഡോ ലിക്വിഡോ ഗ്യാസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മീഡിയം വേണമായിരുന്നു. റേഡിയേഷന്റെ പ്രത്യേകത അങ്ങനെ ഒരു മീഡിയത്തിന്റെ സഹായമില്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഹീറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് ട്രാവൽ ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് എത്തുന്നതിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ. ഒരു മീഡിയത്തിന്റെയും സഹായം അതിന് ആവശ്യമില്ല അങ്ങനെ ട്രാവൽ ചെയ്യാൻ. അപ്പൊ നമുക്ക് ആദ്യം ഈ റേഡിയേഷന്റെ കുറച്ച് ടേംസും അതുപോലെ കുറച്ച് ചെറിയ ചെറിയ കൺസെപ്റ്റുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പം ഈ സെഷനിൽ നമുക്ക് അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കേട്ടങ്ങ് ഇരുന്നാൽ മതി. അപ്പൊ ഞാൻ ഈ PDF വെച്ചിട്ട് അത് പറഞ്ഞുതരാം. നിങ്ങൾ PDF നോക്കി എൻ്റെ കാര്യങ്ങൾ പഠിച്ചോളുക. ഞാൻ മലയാളത്തിൽ കാര്യം എന്തോ എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് റേഡിയേഷൻ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട ഒരു ബോഡി ഉണ്ട്. അതിനെ നമുക്ക് ഒരു ഐഡിയൽ ബോഡി, റേഡിയേഷന്റെ കേസിലെ ഒരു ഐഡിയൽ ബോഡി ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബ്ലാക്ക് ബോഡി എന്നാണ്. റേഡിയേഷന്റെ ഐഡിയൽ ബോഡിയാണ് ബ്ലാക്ക് ബോഡി. എന്തോ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ഈസ് ദ പെർഫെക്റ്റ് എമിറ്റർ ആൻഡ് പെർഫെക്റ്റ് അബ്സോർബർ ഓഫ് റേഡിയേഷൻ എന്നാണ് പറയുന്നത്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എമിറ്റ് ചെയ്യും. റേഡിയേഷൻ എനർജി പുറത്തേക്ക് പോകുന്നതിനെ, ഒരു വസ്തു പുറത്തേക്ക് വിടുന്നതിനെ എമിറ്റ് ചെയ്യുക എന്നാണ് വിളിക്കുന്നത് റേഡിയേഷൻ എനർജി. പിന്നെ വേറൊരു കാര്യം ഞാൻ ആദ്യമേ പറയുവാണ്, ഇനി അങ്ങോട്ട് ഞാൻ ഈ എനർജി എമിറ്റഡ് എന്നുള്ള രൂപത്തിലാണ് ഞാൻ പറയുന്നത്. ഹീറ്റ് എന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. നമ്മൾ ഇതുവരെയും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് Q എന്നാണ് ഇതുവരെയും പറഞ്ഞു വന്നത്, കണ്ടക്ഷനിലും കൺവെക്ഷനിലും ഒക്കെ. പക്ഷെ ഇവിടെ ഞാൻ ഹീറ്റ് എന്ന് ഞാൻ തൽക്കാലം പറയുന്നില്ല, ഞാൻ എനർജി എമിറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എനർജി എമിറ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ എനർജി എമിറ്റഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എനർജി എമിറ്റഡ് അല്ലെങ്കിൽ ഹീറ്റ് തന്നെയാണ്, പക്ഷേ അത് പെർ ഏരിയയിലാണ് ഞാൻ പറയുന്നത് എന്നുള്ളതൊന്ന് ഓർത്തോളുക. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പെർ ഏരിയയിലാണ് ഞാൻ പറയുന്നത്. അതിനെയാണ് ഞാൻ എനർജി എമിറ്റഡ് എന്ന് ഇനി അങ്ങോട്ട് പലപ്പോഴും ഞാൻ ഉപയോഗിക്കാൻ പോണത്. അതൊന്ന് ഓർത്തോളുക. അല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ഡയറക്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് അല്ലത്. നമുക്ക് അവസാനം അതിന്റെ ഇക്വേഷൻ വെച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പോ ബ്ലാക്ക് ബോഡിയുടെ കാര്യം പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനർജിയെ എമിറ്റ് ചെയ്യുന്നതും അതുപോലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനർജിയെ അബ്സോർബ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ബോഡിയാണ് ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പം ഈ റേഡിയേഷന്റെ കാര്യം പറഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിന് മുകളിലുള്ള ഏത് ബോഡി എനർജി എമിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. റേഡിയേഷൻ എനർജി എമിറ്റ് ചെയ്യും. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിന് മേളിലുള്ള, അതായത് 0 കെൽവിൻ എന്ന് പറയുന്ന ടെമ്പറേച്ചറിന് മേളിൽ ടെമ്പറേച്ചറുള്ള ഏതൊരു വസ്തുവും അതിന് ചുറ്റിലേക്കും റേഡിയേഷൻ എനർജി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതായത് നമ്മളിപ്പോ ഈ ഇരിക്കുന്ന അതുപോലെ ഇവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ, നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റുകളൊക്കെ കാണുമല്ലോ, മേശ, കസേര, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമല്ലോ. ഇതിനെല്ലാം ഒരു ടെമ്പറേച്ചറും കാണും. അപ്പൊ അതെല്ലാം അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിന് മേളിലുള്ളതാണ് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ടെമ്പറേച്ചറുള്ള എല്ലാ വസ്തുക്കളും റേഡിയേഷൻ എനർജി അതിൽ ചുറ്റിലേക്ക് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അപ്പോ നമ്മുടെ ഇപ്പൊ ഈ ചുറ്റും കാണപ്പെടുന്ന വസ്തുവിനെ എല്ലാം നമ്മൾ റിയൽ ബോഡീസ് എന്നാണ് വിളിക്കുന്നത്. അത് ബ്ലാക്ക് ബോഡികളല്ല, അതെല്ലാം റിയൽ ബോഡീസ് ആണ്. ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത അതാണ് ഏറ്റവും കൂടുതൽ എനർജി എമിറ്റ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനർജി എമിറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ എനർജി എമിറ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ബ്ലാക്ക് ബോഡി. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഏറ്റവും കൂടുതൽ എനർജി എമിറ്റ് ചെയ്യുന്ന ബോഡിയാണ് ബ്ലാക്ക് ബോഡി. അതുപോലെ തന്നെ അതിനകത്തോട്ട് വന്ന് വീഴുന്ന എനർജിയെ എല്ലാം അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അതാ ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത. അതിൽ വന്ന് വീഴുന്ന എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കുന്നത്. ഇനി വേറൊരു കാര്യം ആലോചിക്കുക, ബ്ലാക്ക് ബോഡിയുടെ എനർജി എമിഷൻ ഞാൻ E എന്നാണ് ഇനി അങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. E എനർജി എമിഷൻ അത് ബ്ലാക്ക് ബോഡിയുടെയാണ് ഇനി നമ്മൾ പലപ്പോഴും അങ്ങോട്ട് പറയുന്നത്. അപ്പൊ ബ്ലാക്ക് ബോഡിയുടെ എനർജി എമിഷന് EB എന്നാണ് എഴുതുന്നത്. അതൊന്ന് ഓർത്തോളുക, നൊട്ടേഷൻ ഒന്ന് ഓർത്തോളുക. എനർജി എമിഷൻ ഓഫ് എ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് EB എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സബ്സ്ക്രിപ്റ്റിൽ ഒരു സ്മോൾ ബി ഇട്ടേക്കണം. അതുപോലെ വേറൊരു കാര്യം, നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു പ്രോപ്പർട്ടിയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ ലൈറ്റിന് വേവ് ലെങ്ത് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് അല്ല, ഒരുപാട് വേവ് ലെങ്തുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പെക്ട്രം ഓഫ് വേവ് ലെങ്ത് എന്നൊക്കെ വിളിക്കുന്നത്, ഒരുപാട് വേവ് ലെങ്ത് ഉണ്ടായതുകൊണ്ട്.
അതുപോലെ തന്നെ ഈ ഹീറ്റ് എനർജിയുടെ റേഡിയേഷനും ഒരു വേവ് ലെങ്ത് അല്ല, ഒരുപാട് വേവ് ലെങ്ത് ഉണ്ട്. എ സ്പെക്ട്രം ഓഫ് വേവ് ലെങ്ത് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ബ്ലാക്ക് ബോഡി എനർജി എമിറ്റ് ചെയ്താൽ അത് ഒരു വേവ് ലെങ്തിലല്ല, ഒരുപാട് വേവ് ലെങ്തിൽ അത് എനർജി എമിറ്റ് ചെയ്യും. ഓക്കെ, ഇതിൽ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള എനർജി എമിഷൻ എടുത്താൽ അതിനെയാണ് സ്പെക്ട്രൽ എമിസീവ് പവർ എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ബ്ലാക്ക് ബോഡിയുടെ എനർജി എമിഷൻ, അതിനെയാണ് നമ്മൾ സ്പെക്ട്രൽ എമിസീവ് പവർ എന്ന് വിളിക്കുന്നത്. ഇനി അതല്ല, എൻ്റയർ സ്പെക്ട്രത്തിലെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ, മൊത്തത്തിലുള്ള എനർജി എമിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ എമിസീവ് പവർ. അപ്പൊ ഈ നമുക്കറിയാം വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അക്ഷരമുണ്ട്, ഇതാ ഈ അക്ഷരം. ഇതിനെ നമ്മൾ ലാംഡ എന്നാണ് വിളിക്കുന്നത്. ലാംഡ വേവ് ലെങ്തിന്റെ നൊട്ടേഷൻ ആണ് ലാംഡ. അപ്പൊ സ്പെക്ട്രൽ എമിസീവ് പവറിനെ, ബ്ലാക്ക് ബോഡിയുടെ സ്പെക്ട്രൽ എമിസീവ് പവറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവർ നമ്മൾ ഇ ബി എന്നാണ് എഴുതിയത്. അതിന്റെ സ്പെക്ട്രൽ എമിസീവ് പവറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇ ബി ലാംഡ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവർ, അതാണ് ഇതിന്റെ അർത്ഥം, ഇ ബി ലാംഡ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമിസീവ് പവർ എന്ന് പറഞ്ഞാൽ ഇ ബിയും ആയിരിക്കും. സ്പെക്ട്രൽ എമിസീവ് പവർ ഇ ബി ലാംഡ എന്ന് റെപ്രസെന്റ് ചെയ്യും, ടോട്ടൽ എമിസീവ് പവർ ഇ ബി എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതൊക്കെ ഓർത്തോടുക. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബ്ലാക്ക് ബോഡി പഠിച്ചു, സ്പെക്ട്രൽ എമിസീവ് പവർ പഠിച്ചു, അതുപോലെ ടോട്ടൽ എമിസീവ് പവർ പഠിച്ചു. അപ്പോ ഈ സ്പെക്ട്രൽ എമിസീവ് പവറിനെ ടോട്ടൽ എമിസീവ് പവർ ആക്കണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ഇക്വേഷൻ. സ്പെക്ട്രൽ എമിസീവ് പവറിനെ ടോട്ടൽ എമിസീവ് പവർ ആക്കണമെങ്കിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇ ബി ലാംഡയാണ് സ്പെക്ട്രൽ എമിസീവ് പവർ. എനിക്ക് ഇ ബി വേണം, ടോട്ടൽ എമിസീവ് പവർ വേണം. ചെയ്യുന്നത് നമ്മൾ ഇ ബി ലാംഡയെ ഇന്റഗ്രേറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അതാണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇ ഈസിക്കൽ, ഇതിപ്പോ ബ്ലാക്ക് ബോഡി എന്നുള്ള അർത്ഥത്തിലല്ല എഴുതിയിരിക്കുന്നത്, റിയൽ ബോഡി. അതുകൊണ്ടാണ് ഈ ബി എന്ന് സബ്സ്ക്രിപ്റ്റ് കൊടുക്കാത്തത്. അപ്പൊ എന്റെ ബുക്കിൽ ഞാനിപ്പോ എഴുതിയിരിക്കുന്നതിനകത്ത് ബ്ലാക്ക് ബോഡി എന്നല്ല റിയൽ ബോഡി എന്നുള്ള ഇതിലായതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ബ്ലാക്ക് ബോഡി എന്നുള്ള രൂപത്തിൽ ഇട്ടാൽ മതി. അപ്പൊ ഈ ബി ഈസിക്കൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇതെന്ന് പറഞ്ഞാൽ ആ സ്പെക്ട്രത്തിന്റെ വേവ്, ആ സ്പെക്ട്രത്തിനകത്ത് വേവ് ലെങ്ത് എവിടം മുതൽ എവിടം വരെ വേരി ചെയ്യുന്നു. വേവ് ലെങ്ത് 0 മുതൽ ഇൻഫിനിറ്റി വേവ് ലെങ്ത് വരെ വരും. അപ്പൊ അതാണ് ലിമിറ്റ് കൊടുത്തേക്കുന്നത്, 0 to ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഇ ബി ലാംഡ ഡി ലാംഡ. ഇതാണ് ടോട്ടൽ എമിസീവ് പവർ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ. ഇ ഈസിക്കൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ ലാംഡ ഡി ലാംഡ. ബ്ലാക്ക് ബോഡി ആണെങ്കിൽ ഇയുടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ബിയും കൂടെ കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇതിപ്പോ റിയൽ ബോഡി എന്നുള്ള രൂപത്തിലാണ് ഇക്വേഷൻ ഞാനിപ്പോ എഴുതിയിരിക്കുന്നത്. ഈ റിയൽ ബോഡി ബ്ലാക്ക് ബോഡി തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് വഴിയെ കുറച്ചുകൂടെ പഠിക്കാനുണ്ട്, പറയാം. അടുത്ത ടേമാണ് ഇർറേഡിയേഷൻ. നമ്മൾ ജി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇർറേഡിയേഷൻ. ഇർറേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇർറേഡിയേഷൻ, ജി. ഇർറേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിലേക്ക് വന്ന് വീഴുന്ന ടോട്ടൽ റേഡിയേഷനെയാണ് നമ്മൾ ഇർറേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ബോഡിയിലേക്ക് വന്ന് പതിക്കുന്ന റേഡിയേഷൻ എനർജിയെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഇർറേഡിയേഷൻ. ഇനി അതിൽ ഒന്ന് രണ്ട് ചെറിയ കഥകളുണ്ട്. ഒരു ബോഡിയിൽ വന്ന് വീഴുന്ന റേഡിയേഷൻ 3ആയിട്ട് തിരിയും. കുറച്ച് ഭാഗത്തിനെ, ആ റേഡിയേഷന്റെ കുറച്ച് ഭാഗത്തിനെ അതങ്ങ് അബ്സോർബ് ചെയ്യും, കുറച്ച് ഭാഗത്തിനെ അതിനകത്തൂടെ അങ്ങ് കടത്തിവിടും. അതിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും എന്ന് പറയും. കുറച്ച് ഭാഗത്തിനെ ആ ബോഡി അങ്ങ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം വന്ന് വീഴുന്ന ഇർറേഡിയേഷൻ 3 പാർട്ടായിട്ട് തിരിയും. അബ്സോർബ്ഡ് പാർട്ട്, ട്രാൻസ്മിറ്റഡ് പാർട്ട്, റിഫ്ലക്റ്റഡ് പാർട്ട്. ഇങ്ങനെ 3ആയിട്ട് തിരിയും. അപ്പൊ അവിടെ ഇത് എത്രത്തോളം ഓരോ 3 ആളുകൾ എത്രത്തോളം വരുമെന്ന് സൂചിപ്പിക്കാൻ 3 ഫാക്ടറുകളുണ്ട്. അതില് ഒന്നാമത്തെ ഫാക്ടറിനെ നമ്മൾ അബ്സോർപ്റ്റിവിറ്റി എന്ന് വിളിക്കും. അബ്സോർപ്റ്റിവിറ്റി സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ ഉദാഹരണം പറയാം. 100 ഹീറ്റാണ്, 100 എനർജിയാണ് വന്ന് വീഴുന്നതെന്ന് വെച്ചോ. ഇർറേഡിയേഷന്റെ വാല്യൂ 100 ആണ്, 100. അതിൽ 30 എനർജി അബ്സോർബ് ചെയ്തു എന്ന് വെച്ചോ.
അപ്പോ 30 ഡിവൈഡഡ് ബൈ 100 എത്രയാണ് അബ്സോർബ് ചെയ്തത്? 30. ടോട്ടൽ എത്രയാണ് വീണത്? 100. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 100 അല്ലെങ്കിൽ 30 ഡിവൈഡ് ബൈ 100. ആ ഫാക്ടറിനെ, ആ ഫ്രാക്ഷനെ വിളിക്കുന്ന പേരാണ് അബ്സോർപ്റ്റിവിറ്റി. ആ വസ്തുവിന്റെ പ്രോപ്പർട്ടിയാണത്. ആ വസ്തു എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ കഴിവുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പ്രോപ്പർട്ടിയാണത്. അതിനെയാണ് ആ വസ്തുവിന്റെ അബ്സോർപ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ട്രാൻസ്മിറ്റിവിറ്റി പറയാം. വന്നു വീഴുന്ന എനർജിയിൽ എത്ര ഭാഗത്തിനെ അത് ട്രാൻസ്മിറ്റ് ചെയ്തു ഡിവൈഡഡ് ബൈ ടോട്ടൽ ആയിട്ട് അതിനകത്തോട്ട് എത്ര വന്നു വീണു, അതിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ട്രാൻസ്മിറ്റിവിറ്റിയുടെ അക്ഷരം നൊട്ടേഷൻ ടോ എന്നാണ്. ടോ, ട്രാൻസ്മിറ്റിവിറ്റി ടോ. അടുത്തത് ഒരു ടേം കൊണ്ട് റിഫ്ലക്റ്റിവിറ്റി, റോ. റിഫ്ലക്റ്റിവിറ്റി റോ. റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുന്നത് വന്നു വീഴുന്ന എനർജിയിൽ എത്ര ഭാഗം അതിൽ തട്ടിത്തെറിച്ചു പോയി, റിഫ്ലക്ട് ചെയ്തു പോയി. ഇപ്പം ബാക്കി ഒരു 30 ഹീറ്റാണ് റിഫ്ലക്ട് ചെയ്തു പോയതെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 100. അതിനെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്? റിഫ്ലക്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് 3 ടേം ഉണ്ട്: ആൽഫ, ടോ, അതുപോലെ റോ. അബ്സോർപ്റ്റിവിറ്റി, ട്രാൻസ്മിറ്റിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി. അബ്സോർപ്റ്റിവിറ്റി, ട്രാൻസ്മിറ്റിവിറ്റി, അതുപോലെ റിഫ്ലക്റ്റിവിറ്റി. ഇതാണ് ഈ 3 ടേമുകൾ. ഇപ്പൊ ഇവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആൽഫ, അത് നിങ്ങൾ ഇക്വേഷൻ ആഡ് ചെയ്ത് നോക്കിയാൽ മതി, മനസ്സിലാവും. ആൽഫ പ്ലസ് റോ പ്ലസ് ടോ ഈസിക്കൽ ടു 1 ആയിരിക്കും. 3 പേരുടെയും കൂടെ സം, ആ 3 ഫാക്ടറുകളുടെയും കൂടെ സം എപ്പോഴും 1 ആയിട്ടേ കിട്ടത്തുള്ളൂ ഒരു ബോഡിക്ക്. അത് ഓർത്തിരിക്കുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 ടേമുകളുണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ലോസ്. അതായത് ബ്ലാക്ക് ബോഡിയുടെ റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ലോസ്. അതില് ഒന്നാമത്തെ ലോയാണ് ഇമ്പോർട്ടന്റ് ആണ്, പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോ. ഒന്നാമത്തെ ലോയാണ് പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോ. പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോ പറയുന്നത്, നമ്മൾ നേരത്തെ ഇ ബി ലാംഡ എന്ന് പറഞ്ഞായിരുന്നു. സ്പെക്ട്രൽ എമിസീവ് പവർ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ബ്ലാക്ക് ബോഡിയുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലെ എനർജി എമിഷനെയാണ് നമ്മൾ സ്പെക്ട്രൽ എമിസീവ് പവർ എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇ ബി ലാംഡ എന്നാണ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇ ബി ലാംഡ എന്നാണ്. ഇത് നമുക്കറിയാം, അത് ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. ഓരോ ടെമ്പറേച്ചറിലുള്ള ബോഡിയും എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ അളവ് ഓരോന്നായിരിക്കും. അപ്പൊ അത് ടെമ്പറേച്ചറുമായിട്ടും റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് അത് ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? അല്ലെങ്കിൽ ഇത്ര ടെമ്പറേച്ചറുള്ള ഒരു ബോഡിക്ക് എത്ര സ്പെക്ട്രൽ എമിസീവ് പവർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ അതിന്റെ ലോ, ആ ലോയാണ് പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോ തരുന്നത്. സിമ്പിളി പറഞ്ഞാൽ സ്പെക്ട്രൽ എമിസീവ് പവർ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. ആ ലോയാണ് പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ വരുന്നത് ഇതാണ്. ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കണം, ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾ ഡേറ്റാ ബുക്ക് യൂസ് ചെയ്യേണ്ടവർക്ക് ഡേറ്റാ ബുക്കിലുണ്ട്, ഡേറ്റാ ബുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കണം. ഇ ബി ലാംഡ അറ്റ് എനി പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതാണ് ടി എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറുള്ള ഇ ബി ലാംഡ സ്പെക്ട്രൽ എമിസീവ് പവർ ഈസ് ഈക്വൽ ടു C1 divided by lambda raised to 5 into EXP എന്ന് പറഞ്ഞാൽ E raised to എന്നുള്ള അർത്ഥം. E raised to എന്നുള്ള അർത്ഥമാണ് EXP എന്ന് ഇട്ടേക്കുന്നത്. E raised to C2 by lambda T minus 1. ഇതാണ് ഇക്വേഷൻ. ഇതിൽ C1 ഉം C2 എന്ന് പറയുന്നത് 2 കോൺസ്റ്റന്റുകളാണ്. ഇതിന്റെ വാല്യൂയും കൂടെ പഠിച്ചു വെച്ചേക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. C1 is equal to 3.742 into 10 raised to 8 വാട്ട് പെർ മ്യൂ എം റൈസ് ടു 4 പെർ മീറ്റർ സ്ക്വയർ. അതുപോലെ C2 is equal to 1.438 മ്യൂ എം കെ. ഈ മ്യൂ എം എന്ന് പറഞ്ഞാൽ മൈക്രോമീറ്റർ എന്നുള്ള അർത്ഥത്തിലാണ്. അത് വേവ് ലെങ്തിന്റെ യൂണിറ്റ് ആണ് മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ ആക്കണമെങ്കിൽ ഇൻറ്റു 10 റൈസ് ടു -6 എന്നാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ മാറ്റണ്ട, ഈ ഇക്വേഷൻ ആ രീതിക്കാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ C1 C2 ഈ തന്നിരിക്കുന്ന വാല്യൂയിലിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടി ഉണ്ട്. അപ്പൊ ഏതൊരു ടെമ്പറേച്ചറിന്റെയും ഒരു ബ്ലാക്ക് ബോഡിയുടെ ഇ ബി ലാംഡ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സ്പെക്ട്രൽ എമിസീവ് പവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലാംഡയിലെയും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന്റെയും
ഒരു ബ്ലാക്ക് ബോഡിയുടെ സ്പെക്ട്രൽ എമിസീവ് പവർ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് തരുന്ന ലോയാണ് പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അത് വെച്ചിട്ട് നമുക്കൊരു ചെറിയ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇതാണ്ടേ, ഇതൊരു ഗ്രാഫ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഗ്രാഫിന്റെ പ്രത്യേകത, ഇതിന്റെ y ആക്സിസ് എന്ന് പറയുന്നത് EB ലാംഡയാണ്. EB ലാംഡ എന്ന് പറഞ്ഞാൽ സ്പെക്ട്രൽ എമിസീവ് പവർ. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ലാംഡയാണ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ലാംഡയാണ്, വേവ് ലെങ്ത് ആണ്. അപ്പൊ ഈ പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും കുറെ കണ്ടിന്യൂസ് കർവുകൾ കിട്ടിയിരിക്കുന്നു. എല്ലാത്തിന്റെയും ഷേപ്പ് നിങ്ങൾ നോക്കുക. വന്നു, ഇൻക്രീസ് ചെയ്തു, ഒരു പീക്ക് പോയിന്റിലെത്തി, പിന്നെ കുറഞ്ഞു. അതുപോലെ അടുത്ത ഗ്രാഫും ഒരു പീക്ക് പോയിന്റിലെത്തി, പിന്നെ കുറഞ്ഞു. എല്ലാം ഇതുപോലെ ഒരു പീക്ക് പോയിന്റിലെത്തി കുറയുവാണ്. ഇത് എന്തുവാണ് ഈ പല പല ഗ്രാഫുകൾ കിട്ടിയിരിക്കുന്നത്? നിങ്ങൾ നോക്കിയാൽ മതി. ഓരോന്നും ഓരോ ടെമ്പറേച്ചറിന്റെയാണ്. 5800 കെൽവിൻ, 2000 കെൽവിൻ, 800 കെൽവിൻ, 300 കെൽവിൻ, 100 കെൽവിൻ. ഇങ്ങനെ പല 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 ടെമ്പറേച്ചറുകളുടെ സ്പെക്ട്രൽ എമിസീവ് പവറിന്റെ ഗ്രാഫുകളാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ പറയാൻ പറ്റും. ഈ 5800 കെൽവിൻ എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഇത് സൂര്യന്റെ സർഫസ് ടെമ്പറേച്ചർ ആണ്, 5800 കെൽവിൻ. അതുപോലെ നമ്മുടെ ഭൂമിയുടെ സർഫസ് ടെമ്പറേച്ചർ ഏകദേശം ഒരു 300 കെൽവിൻ വരും എന്ന് വെച്ചോ. ഭൂമിയുടെ സർഫസ് ടെമ്പറേച്ചർ ഏകദേശം ഒരു 300 കെൽവിൻ വരും. അപ്പൊ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പീക്ക് വരുന്ന പോയിന്റ് പ്രത്യേകത, അവിടെ EB ലാംഡയ്ക്ക് മാക്സിമം വാല്യൂ കിട്ടും. ഓരോ ടെമ്പറേച്ചറിലും EB ലാംഡയ്ക്ക് ഒരു മാക്സിമം വരുന്ന പോയിന്റ് ഉണ്ട്. അതാണ് പീക്ക് സൂചിപ്പിക്കുന്നത്. ഇവിടെ, അതുപോലെ ഇവിടെ, അതുപോലെ ഇവിടെ. ഇപ്പൊ EB ലാംഡ മാക്സിമം ആവുന്ന പോയിന്റ് ആണിത്. അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം കൂടെ നോക്കിയാൽ മനസ്സിലാവും. ഈ മാക്സിമം വരുന്ന പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. എപ്പോഴാ? ടെമ്പറേച്ചറിന്റെ വാല്യൂ കുറയുന്നതനുസരിച്ച്. ടെമ്പറേച്ചറിന്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് പീക്ക് പോയിന്റുകൾ റൈറ്റ് സൈഡിലേക്ക്, അതായത് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ലാംഡ ഹയർ ആവുന്ന ഡയറക്ഷനിലേക്കാണ് അത് ഷിഫ്റ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സ്പ്ലനേഷൻ പറയാൻ പറ്റും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പരീക്ഷയ്ക്കൊക്കെ എഴുതിയിരുന്ന ഒരു എക്സ്പ്ലനേഷൻ, ടെക്നിക്കലായിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ ഇപ്പൊ പറയാൻ പറ്റും. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ചിലപ്പോൾ എന്തുവെന്ന് ചോദിക്കാം. റേഡിയേഷന്റെ അല്ലെങ്കിൽ പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോയുടെ സഹായത്തിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കാം. അത് ഇത് വെച്ചിട്ട് പറയാം. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ എനർജി നമുക്കറിയാം 5800 കെൽവിൻ സർഫസ് ടെമ്പറേച്ചർ ആണ് സൂര്യൻ്റെത്. അപ്പൊ അത് എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ ഭൂരിഭാഗവും നിങ്ങൾ നോക്കിയാൽ മതി. EB ലാംഡയുടെ മാക്സിമം വാല്യൂ എല്ലാം ഈ വേവ് ലെങ്തിന്റെ ഭാഗത്ത് കിടക്കുകയാണ്. ഓക്കെ, അതായത് ലോവർ വേവ് ലെങ്തിന്റെ ഭാഗത്ത് കിടക്കും. ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ ലോവർ വേവ് ലെങ്ത്, ലോവർ വേവ് ലെങ്തിന്റെ ഭാഗത്ത് കിടക്കുകയാണ്. ലോവർ വേവ് ലെങ്തിനുള്ള റേഡിയേഷനിൽ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ പെർമിയബിൾ ആണ്. പെർമിയബിൾ എന്ന് പറഞ്ഞാൽ അതിനെ കടത്തിവിടും. അതേസമയം രാത്രിയാകുമ്പോൾ പിന്നെ സൂര്യനില്ല, ഭൂമി ചൂടായി. ഈ ഭൂമിയുടെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 300 കെൽവിൻ ഉണ്ട്. അപ്പൊ ഭൂമി തിരിച്ച് റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ റേഡിയേഷൻ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ പീക്ക് പോയിന്റ് ഏകദേശം ഇവിടെയാണ് വരുന്നത്. 300 കെൽവിന്റെ പീക്ക് പോയിന്റ് ഇവിടെയാണ് വരുന്നത്. EB ലാംഡയുടെ പീക്ക് പോയിന്റ് ഇവിടെയാണ് വരുന്നത്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ പീക്ക് പോയിന്റ് വരുന്നത് ഏകദേശം അതിന്റെ വേവ് ലെങ്ത് വരുന്നത് ഏകദേശം ഈ ഭാഗത്താണ്. ഇത് ഏകദേശം ഹയർ വേവ് ലെങ്തുകളിലാണ് കിടക്കുന്നത്. അപ്പോ ഹയർ വേവ് ലെങ്തിലുള്ള റേഡിയേഷനെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ പുറത്തേക്ക് കടത്തി വിടത്തില്ല. ലോവർ വേവ് ലെങ്തിലുള്ള റേഡിയേഷനെ മാത്രമേ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ കടത്തി വിടത്തുള്ളൂ. ഹയർ വേവ് ലെങ്തിലുള്ളതിനെ കടത്തി വിടത്തില്ല. എന്ന് പറഞ്ഞാൽ ഹയർ വേവ് ലെങ്തിലുള്ള റേഡിയേഷൻ, ഭൂമി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എർത്തിന് വെളിയിൽ പോകത്തില്ല, അറ്റ്മോസ്ഫിയറിന് വെളിയിൽ പോകത്തില്ല, ഇവിടെ തന്നെ നിൽക്കും. അപ്പൊ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഒരു ഗ്രീൻ ഹൗസ് ആയിട്ട് ആക്ട് ചെയ്യും. ഒരു സൈഡിലോട്ടുള്ളത് മാത്രം കടത്തിവിടും, തിരിച്ചുള്ളത് കടത്തിവിടത്തില്ല. അപ്പം ഈ ചൂട്, ഭൂമിയുടെ മേളിലുള്ള ചൂട് പതുക്കെ പതുക്കെ കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഹീറ്റ് അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പതുക്കെ ചൂട് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ടെക്നിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ. പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കും. അപ്പൊ ഈ ഗ്രാഫ് വരയ്ക്കണം, ഗ്രാഫ് വരച്ചിട്ട് ഇത് പറയണം നിങ്ങൾ. ഓക്കെ.
അടുത്ത ലോയാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. ഇത് ഡെറിവേഷൻ ചോദിക്കും. അപ്പൊ ഇതിനകത്തൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. പക്ഷെ ഡെറിവേഷൻ നിങ്ങൾ എഴുതി പഠിച്ചോണം. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാഫ് വെച്ചിട്ട് ഞാൻ പറയാം. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ഞാൻ പറഞ്ഞു, ഓരോ ടെമ്പറേച്ചറിനും ഓരോ പീക്ക് പോയിന്റുകളുണ്ട്. EB ലാംഡ മാക്സിമം ആവുന്ന ഓരോ പോയിന്റുകളുണ്ട്. ആ മാക്സിമം വരുന്നത് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും. ഓരോ ടെമ്പറേച്ചറിനും അതുപോലെ ഓരോ വേവ് ലെങ്തും കാണും. ആ വേവ് ലെങ്തിനെ ഞാൻ ലാംഡ മാക്സ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ലാംഡ മാക്സ് എന്ന് എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മാക്സിമം വേവ് ലെങ്ത് ആണ്. പക്ഷെ മാക്സിമം വേവ് ലെങ്ത് അല്ല, EB ലാംഡയ്ക്ക് മാക്സിമം വാല്യൂ കിട്ടുന്ന വേവ് ലെങ്ത് ആണ് ലാംഡ മാക്സ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. EB ലാംഡയുടെ മാക്സിമം വാല്യൂ ഇതാണ്ടത്, അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത്. EB ലാംഡയ്ക്ക് മാക്സിമം കിട്ടുന്ന ലാംഡ, അതായത് ആ EB ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത്, അതിനെയാണ് ലാംഡ മാക്സ് എന്ന് വിളിക്കുന്നത്. ആ ലാംഡ മാക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓരോ ടെമ്പറേച്ചറിന്റെയും ലാംഡ മാക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുപയോഗിക്കുന്ന ലോയാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. അത് ചെയ്യുന്നത് നമുക്കറിയാം, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാകാൻ തോന്നുന്നു. ഒരു ഗ്രാഫിന്റെ പീക്ക് പോയിന്റ് അനലൈസ് നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന പോയിന്റ് അല്ലെങ്കിൽ പീക്ക് പോയിന്റ്, അത് അനലൈസ് നടത്തണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മാക്സിമ മിനിമ എന്ന് പറഞ്ഞ് മാത്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യും, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെയും അതുപോലെ EB ലാംഡയാണ് മാക്സിമം ആയിട്ട് കിട്ടുന്നത്. EB ലാംഡ ലാംഡ അനുസരിച്ചാണ് വേരി ചെയ്യുന്നത്. നമ്മുടെ ഗ്രാഫ് അങ്ങനെയാണ്. EB ലാംഡയ്ക്ക് ലാംഡയായിട്ടാണ് റിലേഷൻ ഉള്ളത്. അപ്പോ EB ലാംഡയെ ലാംഡ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കണ്ടീഷൻ കിട്ടും. ലാംഡ ഏത് ലാംഡയിലാണ് അത് മാക്സിമം വരുന്നത് എന്നുള്ള കണ്ടീഷൻ കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറയണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ d/d ലാംഡ, ലാംഡ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? EB ലാംഡയെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഈസിക്കൽ ടു ഇക്വേറ്റ് ചെയ്തിടണം, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇനി EB ലാംഡയ്ക്ക് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈസിക്കൽ ടു 0 എന്ന് എഴുതുക. ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് നിങ്ങൾ എങ്ങനെയെങ്കിലും അത് എഴുതി പഠിച്ചാലേ പറ്റൂ. ഒരു 1-2 സ്റ്റെപ്പ് വരും, അത് നിങ്ങൾ എഴുതി പഠിക്കുക. അത് മാത്സിന്റെ ഏതോ റൂള് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ടെക്സ്റ്റിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും കിടപ്പില്ല. ഇത് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നുള്ള എക്സ്പ്ലനേഷൻ ഒന്നും കിടപ്പില്ല. അപ്പം ഈ സ്റ്റെപ്പ് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ എഴുതി പഠിച്ചേ പറ്റത്തുള്ളൂ. ഈ സ്റ്റെപ്പും ഈ ബാക്കി വരുന്ന ഈ 2 ചെറിയ സ്റ്റെപ്പുകളും. അപ്പൊ ഇത് എഴുതി പഠിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്. ചിലപ്പോൾ ഇത് കയറി ചോദിക്കാം. ഇവിടം വരെ നമുക്ക് കുഴപ്പമില്ല. പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോയുടെ വാല്യൂ ഇട്ട് കൊടുത്ത് ഈസിക്കൽ ടു 0 എന്ന് എഴുതുക. ഈ സ്റ്റെപ്പ് എഴുതി പഠിച്ചോളുക. 2-3 തവണ എഴുതുമ്പോഴത്തേക്ക് അതങ്ങ് ബൈ ഹാർട്ട് ആവും. അതുപോലെ ഈ 2 സ്റ്റെപ്പുകളും കൂടെ. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് ഇങ്ങനെയാണ്. ലാംഡ മാക്സ് ഇൻറ്റു ടി, ഇത് പഠിച്ചു വെച്ചേക്കണം, ഈ റിലേഷൻ പഠിച്ചു വെച്ചേക്കണം. ഫൈനൽ റിസൾട്ട് ആണ് ഈ പറയുന്നത്. ലാംഡ മാക്സ് ഇൻറ്റു ടി ഈസിക്കൽ ടു 2897.6 മൈക്രോമീറ്റർ കെൽവിൻ എന്ന് കിട്ടും. അപ്പൊ ഈ ലാംഡ മാക്സ് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ ഓരോ ടെമ്പറേച്ചറിനുമുള്ള ലാംഡ മാക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷനിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ 5800 കെൽവിൻ അല്ലെങ്കിൽ 300 കെൽവിൻ അല്ലെങ്കിൽ 200 കെൽവിൻ ഒക്കെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് എത്രത്തോളം ലാംഡ മാക്സ് എന്ന് പറഞ്ഞാൽ EB ലാംഡ എപ്പോഴാണോ മാക്സിമം ആവുന്നത് ആ ലാംഡയുടെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കിട്ടും. അപ്പൊ ഇതും കൂടെ ബൈ ഹാർട്ട് ചെയ്തേക്കണം. ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്, ബൈ ഹാർട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പോ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പഠിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ലോയും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ EB ലാംഡയുടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാം. EB ലാംഡയുടെ മാക്സിമം വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ലാംഡ മാക്സ് കിട്ടി. ഈ ലാംഡ മാക്സിന്റെ വാല്യൂ എടുത്ത് നമ്മുടെ പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് EB ലാംഡയുടെ മാക്സിമം വാല്യൂ കിട്ടും. അപ്പൊ ചിലപ്പോൾ അത് അങ്ങനെയും ചോദിക്കാം.
ഇ ബി ലാംഡയുടെ മാക്സിമം വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയുടെ ഫൈനൽ റിസൾട്ട് ലാംഡ മാക്സ് ഇൻറ്റു ടി എന്ന് പറയുന്ന ആ വാല്യൂവിലെ ലാംഡ മാക്സ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോ ഇ ബി ലാംഡ മാക്സിന്റെ വാല്യൂ കിട്ടുന്നത് ഇതായിരിക്കും. ഇ ബി ലാംഡ മാക്സ് ഈസ് ഈക്വൽ ടു 12.87 into 10⁻⁻10 T⁵5 എന്നാണ് കിട്ടുന്നത്. ഇ ബി ലാംഡയുടെ മാക്സിമം വാല്യൂ ഓരോ ടെമ്പറേച്ചറിലുള്ള. അപ്പൊ ടെമ്പറേച്ചറിന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് ഓരോരോ വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ലോ ആണ്. അടുത്തത് സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ. ഇതാണ് റേഡിയേഷന്റെ ഫണ്ടമെന്റൽ ലോ എന്ന് പറയുന്നത്. സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ. നമ്മൾ ഫൊറിയർ ലോയും ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഒക്കെ പഠിച്ചു. അതുപോലെ റേഡിയേഷന്റെ ബേസിക് ലോ ആണ് സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ. അപ്പൊ സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ തരുന്നത് നമ്മൾ ഇതുവരെ ഇ ബി ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ സ്പെക്ട്രൽ എമിസീവ് പവർ ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അതല്ല, എനിക്ക് ടോട്ടൽ എമിസീവ് പവർ വേണം. എന്ന് പറഞ്ഞാൽ ഇ ബി വേണം. അത് നമ്മൾ ആദ്യം പറഞ്ഞതാ. ഇ ബി ലാംഡ ഇ ബി ആക്കണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇന്റഗ്രൽ 0 to ∞ ഇ ബി ലാംഡ ഡി ലാംഡ എന്ന് പറഞ്ഞു. അപ്പൊ അതേ രീതിയിൽ അങ്ങ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ എന്ന് വിളിക്കുന്നത്. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഇന്റഗ്രൽ ഇ ബി ലാംഡ ഡി ലാംഡ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇ ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ∞ ഇ ബി ലാംഡ ഡി ലാംഡ. അതിനകത്ത് ഇ ബി ഈസ് ഈക്വൽ ടു ഇനി ഇ ബി ലാംഡയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതാ? പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ടും ഇതിന്റെയും ബാക്കി സ്റ്റെപ്പ് വന്നേക്കുന്ന രീതി ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ നോട്ട് അതേ കണക്ക് ഞാൻ അങ്ങ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ നിങ്ങൾ അത് എഴുതി പഠിച്ചോളുക. 1-2 തവണയൊക്കെ KTU-നോ കേരള യൂണിവേഴ്സിറ്റിയൊക്കെ ചോദിച്ചിട്ടുള്ള ഈ ഡെറിവേഷൻ. അപ്പൊ ഇത് നിങ്ങൾ എഴുതി പഠിച്ചേ പറ്റത്തുള്ളൂ. 2 തവണ എഴുതുമ്പോൾ അത് ബൈഹാർട്ടാവും. 1-2 ചെറിയ സ്റ്റെപ്പുകൾ വരുന്നുള്ളൂ. ഇവിടം വരെ നമുക്ക് കുഴപ്പമില്ല. ഈ 2 സ്റ്റെപ്പ് നേരത്തെ ഇല്ല സ്റ്റെപ്പുകൾ പഠിച്ചതുപോലെ നിങ്ങൾ പഠിക്കുക. അത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഫൈനൽ റിസൾട്ട് വരുന്നത് ഇതാണ്. ഇ ബി ഈസ് ഈക്വൽ ടു സിഗ്മ T⁴ എന്ന ഇക്വേഷൻ കിട്ടും. ഇ ബി ഈസ് ഈക്വൽ ടു സിഗ്മ T⁴. ഇതിൽ സിഗ്മയെ വിളിക്കുന്ന പേര് സ്റ്റെഫാൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. സിഗ്മയെ വിളിക്കുന്ന പേരാണ് സ്റ്റെഫാൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. അതാ നമ്മളെ ഡെറൈവ് ചെയ്യുമ്പോൾ C1-ഉം C2-ഉം ഒക്കെ ചേർന്നാണ് അത് വരുന്നത്. അതിന്റെ വാല്യൂ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. 5.672 into 10⁻⁸. ഞാൻ ഇക്വേഷനും വാല്യൂസും എല്ലാം തരാം, അവസാനത്തെ ഒരു സെഷനിൽ തരാം. അപ്പോ സിഗ്മയുടെ വാല്യൂ പഠിച്ചു വെച്ചേക്കുക. 5.672 into 10⁻⁸. അപ്പോ ഇതാണ് ബ്ലാക്ക് ബോഡിയുടെ ടോട്ടൽ എമിസീവ് പവർ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. ഇ ബി ഈസ് ഈക്വൽ ടു, ഇ ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ എമിസീവ് പവർ ആണ്. ഇ ബി ഈസ് ഈക്വൽ ടു സിഗ്മ T⁴. അപ്പൊ T ടെമ്പറേച്ചർ ഉള്ള ഏതൊരു ബ്ലാക്ക് ബോഡിയുടെയും നമുക്ക് ടോട്ടൽ എമിസീവ് പവർ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് HMT-യിലെ പല സ്ഥലത്ത് ഞാൻ പറഞ്ഞ് നിങ്ങൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനെ ഒന്നും നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ട, അതെയാണ് കിട്ടി ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ റേഡിയേഷന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കിക്കോണം. ഓക്കെ, അത് മറക്കരുത്. റേഡിയേഷന്റെ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കി ചെയ്യണം, അല്ലെങ്കിൽ തെറ്റും. ഓക്കെ, അപ്പൊ ടി ഒക്കെ ഇവിടെ നമ്മൾ കെൽവിനാണ് ഇടേണ്ടത്. അപ്പൊ ടിയുടെ വാല്യൂ അറിയാമെങ്കിൽ ബ്ലാക്ക് ബോഡിയുടെ ടോട്ടൽ എമിസീവ് പവർ കണ്ടുപിടിക്കാം. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടേം ഉണ്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ടേം എന്ന് പറയുന്നത് എമിസിവിറ്റി. ഇതുവരെയും എമിസിവിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എപ്സിലോൺ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ബ്ലാക്ക് ബോഡിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇപ്പൊ നമുക്ക് റിയൽ ബോഡിയിലേക്ക് കിടക്കാം. റിയൽ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ബോഡീസ്, സാധാ ബോഡീസ്, റിയൽ ബോഡി. അപ്പൊ ബ്ലാക്ക് ബോഡിയും റിയൽ ബോഡിയും കൂടെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, ഒരു കോഎഫിഷ്യന്റ് ആണ് എമിസിവിറ്റി എന്ന് വിളിക്കുന്നത്. എമിസിവിറ്റി പറയുന്നത്, നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള ബ്ലാക്ക് ബോഡിയും റിയൽ ബോഡിയും എടുത്തു വെച്ചാൽ ഏറ്റവും കൂടുതൽ എനർജി എമിറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ബോഡി ആയിരിക്കും എന്നാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. റിയൽ ബോഡിയുടെ എനർജി എമിഷൻ ബ്ലാക്ക് ബോഡിയേക്കാൾ എപ്പോഴും കുറഞ്ഞിരിക്കും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറുള്ള 2 ബോഡി എടുത്തു കഴിഞ്ഞാൽ റിയൽ ബോഡിക്ക് ബ്ലാക്ക് ബോഡിയുടെ എത്ര എനർജി എമിഷൻ ഉണ്ട് എന്നുള്ള സൂചിപ്പിക്കുന്ന സാധനമാണ് എമിസിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ പറയുന്നത്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് energy emitted by a real body divided by energy emitted by a black body. ഇതാണ് അതിന്റെ റിലേഷൻ. It is the ratio of energy emitted by a real body divided by energy emitted by any black body at any particular temperature. 2 ബോഡി ഒരേ ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പൊ ഈ ടേമിനെയാണ് നമ്മൾ എമിസിവിറ്റി എന്ന് വിളിക്കുന്നത്. എമിസിവിറ്റി ഓരോ വസ്തുവിനും, ഓരോ റിയൽ ബോഡിക്കും ഓരോ വാല്യൂ ആയിരിക്കും എമിസിവിറ്റിയുടെ വാല്യൂ.
അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇ ഈസിക്കൽ ടു, ഇ കണ്ടുപിടിക്കണം, റിയൽ ബോഡിയുടെ എനർജി എമിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇ ബി ഇതിന്റെ കൂടെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇക്വേഷൻ കിട്ടും ഇ ഈസിക്കൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ ബി. ഇനി ഇ ബിയുടെ ഇക്വേഷൻ നമുക്കറിയാം സിഗ്മ ടി റൈസ് ടു 4 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു റിയൽ ബോഡിയുടെ എനർജി എമിഷന്റെ ഇക്വേഷൻ കിട്ടും ഇ ഈസിക്കൽ ടു എപ്സിലോൺ ഇൻറ്റു സിഗ്മ ടി റൈസ് ടു 4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ റിയൽ ബോഡിയുടെ കാര്യം ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. റിയൽ ബോഡിയുടെ എനർജി എമിഷൻ ഇ ഈസിക്കൽ ടു എപ്സിലോൺ ഇൻറ്റു സിഗ്മ ടി റൈസ് ടു 4 എന്ന് കിട്ടും. അത് ഈ ഇക്വേഷനിൽ നിന്നാണ് കിട്ടുന്നത്. ഇതാണ് എമിസിവിറ്റി എന്ന് വിളിക്കുന്നത്.